ഹലോ ഗെയ്സ്, മുഹമ്മദ് സ്വാഗതമാട്. നമ്മൾ രാവിലെ തന്നെ വാർപ്പിൻ്റെ മുകളിലേക്ക് കയറിയപ്പോഴേ രണ്ടാം മുകളിലോട്ട് കയറിയപ്പോൾ ടെറസിൻ്റെ മുകളിൽ നനക്കാൻ കയറിയതാണ്. അപ്പോൾ നല്ലൊരു കാഴ്ച കാണും. അപ്പോൾ അത് നേരെ വീഡിയോ കൊണ്ട് എടുത്തുന്നുള്ളൂ. ഒരു 2 ദിവസമായിട്ട് ഇങ്ങോട്ട് കയറലുണ്ട്. ചിലപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ കയറിയപ്പോൾ നല്ല കാഴ്ചയാണ് കണ്ടത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആ കാഴ്ച നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്സ് നല്ല പൂവ് വിരിഞ്ഞിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഒന്നും നല്ലട്ടാ എൻ്റെ അതിൻ്റെ ആ പൂവിൻ്റെ പവറാണ് കാണാണ്ട്. ഫ്ലവറുണ്ട് വിരിഞ്ഞാലേ ഈ കോലത്തിലുണ്ടാവും. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ച നോക്കി. വലിയ പൂവാണ്. അപ്പോൾ ഫസ്റ്റ് അനുഭവമാണ്. അതിപ്പോൾ നിങ്ങളെ കാണിച്ചത് ഇതവിടെ വാടി നിൽക്കുന്ന ഇത് ഇന്നലെ വിരിഞ്ഞതാ തോന്നുന്നുണ്ട്. ഇനിയുണ്ട് ഒന്നൊന്നല്ല, ഇതൊന്ന് ഇവിടെ വേറെ ഇനി വേറെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങേ സൈഡിലതാ, രണ്ടാമത്തെ സൈഡിൽ അതാ സൈഡിലാണ്. അതാ സൈഡിൽ ഈ മുട്ട് ഇതെങ്ങനെ വരുന്നത്? പുതിയ മുട്ടുകളാണ് ഈ വരുന്നത്, പൂക്കളാണ് ഈ വരുന്നത്. എത്രത്തോളം പിടിക്കും എന്നൊന്നും പറയാൻ വയ്യ. ഇതിലൊക്കെ ഉണ്ട്, നിറയെ കായ്ക്കുന്നുണ്ട്. കുറേ മുന്നേ ഒന്ന് പോയതാണ്. കണ്ടേ, ഒക്കെ പൂക്കളാണ്. ആ മുട്ട് കാണുന്നത് മുഴുവൻ പൂക്കളാണ്. പുതിയ പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരൊറ്റ എണ്ണത്തിൽ തന്നെ 4-5 പതിമ തന്നെ ഉണ്ട്. ഈ ഒരൊറ്റ എണ്ണത്തിൽ തന്നെ. പക്ഷെ എല്ലാം ഇവിടെ നിർത്തിയാൽ അതിൻ്റെ ഗ്രോത്ത് കിട്ടില്ല. നല്ല സൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടേ അല്ലാതെ കഴിച്ചല്ലേ. മുളക് ഇങ്ങനെ നിൽക്കുന്ന ഇതിൻ്റെ അടിയിലാണ് ഇപ്പം അത് വിരിഞ്ഞിട്ടുള്ളത്. നല്ല കപ്പല മുളകുണ്ട്. അല്ല, ഡ്രാഗൺ ഫ്രൂട്ട്സ് പൂത്താൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളപ്പോൾ നമുക്കറിയാം. അതിൻ്റെ എന്ന മാതിരി നമ്മളെ അനിയൻ്റെ വീട്ടിൽ ഒന്നും കഴിഞ്ഞിട്ടില്ല ചേട്ടാ. ചിരങ്ങ കുറേ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ചിരങ്ങ വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുക. അത് ചൂടിന് കുറേ വള്ളി പോയി. ഓവർ ചൂടാണ്. അപ്പോൾ ഓവർ ചൂട് കാരണം കുറേ വള്ളി പോയി. ഇതിപ്പോൾ ഉരുണ്ട ചിരങ്ങ, നീളം ചിരങ്ങ ഉണ്ട്. 2 ഐറ്റം ചിരങ്ങ ഒരേ പന്തലിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ രണ്ടാമതും കഴിച്ചുകൊണ്ടിരിക്കുക. പച്ചക്കറികളെ വേണ്ട ആ തലക്കഥ കാണാം. അത് അനിയൻ്റെ വീടാണ്. അനിയൻ്റെ വീട്ടിലാണിപ്പോൾ ആ ഡ്രാഗൺ ഫ്രൂട്ട്സ് കായ്ച്ചുകൊണ്ട്. അവിടെ സ്ഥിരമായിട്ട് കായ്ക്കലുണ്ട്. അവർക്കും നല്ല ഉണ്ടാകാറുണ്ട്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട് കായ്ച്ചത്, റെഡിയായത്. ഡ്രാഗൺ ഫ്രൂട്ട്സ് അവിടെയും തന്നെ ടെറസിൻ്റെ മുകളിലാണ്. 1ാം നിലയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പല ഇനങ്ങൾ സാധനങ്ങളുണ്ട് അവിടെ. നമ്മളെ അയവൊക്കെ നല്ല പാലം നല്ല ഉഷാറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സ്വാഗതമാട് ചെറുസോല റോഡാണ് കാണുന്നത്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ എൻ്റെ അടുത്താണ് നമ്മളെ വീടുള്ളത്. അപ്പോൾ കുറേ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പൂക്കളിങ്ങനെ വിരിഞ്ഞുണ്ടപ്പോഴേ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് ഒരു അതിർപ്പല്ലേ. ഇതിനിപ്പോൾ മുകളിൽ വെച്ചിട്ട് ഏകദേശം ഒരു 6 മാസം 8 മാസം പോരായി. 8 മാസം കൊണ്ടാണ് ഇപ്പോൾ നമുക്കിങ്ങനെ പൂത്ത് കിട്ടിയത്. ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ട്. തൈകൾ ഇവിടെ ഇങ്ങനെ കുറേ തൈകളുണ്ട്. നല്ല റോസ് കളറാണ്. ഏതെങ്കിലും കളറല്ല, വൈറ്റ് അല്ല. വൈറ്റ് ഇപ്പോൾ ഇവിടെ നമ്മളെ പേരക്കുട്ടി
ഇതിന് തിരക്കൂട്ടിയിട്ട് 1 കിലോ പോലെ കൊടുന്നിരുന്നു. 300 റുപ്യ ഏറ്റാണ് 1 കിലോക്ക്. കാരണം ഈ നല്ല റോസ് കളറാണ്, ഉള്ളു റോസ് ആയിട്ടുള്ള കളറാണ്. ഇതിന് 500-ൻ്റെ അടുത്ത് വില ഉണ്ട്. 1 കിലോക്ക് 500, 450, 500 ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത്ര മധുരമില്ല. നമ്മളെ ഇവിടെ വീട്ടിലിവിടെ മുന്നേ കായ്ച്ചിരുന്നു, കഴിഞ്ഞെല്ലാം കായ്ച്ചിരുന്നു. നല്ല കടുമധുരം എന്ന് പറഞ്ഞാൽ കടുമധുരം. നമ്മൾ ഞാവൽപ്പായം തിന്ന മാതിരിയുള്ളവർ നല്ല ചുവപ്പ് നാവിന് നല്ല കളറാണ് മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കണ്ടത്. ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ മുന്നേ കാണിച്ച മൂച്ചിത്തയ്യാണിത്. എത്രത്തോളം ഗ്രോത്ത് കൂടി നോക്കി. സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതേ. നമ്മൾ നിലത്ത് വെച്ച് ചിലപ്പോൾ ഒരു ഏകദേശം 6 മാസം 7 മാസം പോരായി. 7 മാസം കൊണ്ടാണ് ഇപ്പോൾ മൂച്ചിത്തൈ ഇത്രയും ഹെൽത്തി ആയിട്ട്, നല്ല ഹെൽത്തി എന്ന് പറയാം. ഇനി പൂക്കൾ ഇടേണ്ട പൂവിട്ട് ഇടണം. ഇതും അതുപോലെ ഒരു പീസാണ്. ഇത് വേറൊരു ഐറ്റം ഇനം, ഇത് വേറൊരു ഐറ്റം. പിന്നെ ഉള്ളതാ എന്താണ് വേനൽ ഒടുവാണ്. വേനൽ ഒടുവിലാണ് ഇപ്പോൾ നമ്മൾ വൈതളങ്ങ അങ്ങനെ ഇതിപ്പോൾ ഒരു പുതിയ ഒരു മരടായി വരിക. അവിടെ പുഴീൻ്റെ ശല്യമുണ്ട്. അല്ല പുഴി ഉണ്ട്, കടിക്കുന്നുണ്ട്. അല്ല തൊപ്പ പുഴി കയറിയിട്ട് തുരക്കൽ തുടങ്ങി. അപ്പോൾ അവനപ്പോൾ പിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് വൈതളങ്ങ ശരിയാവും. ഒരു ശല്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ മരുന്നൊക്കെ അടിച്ച് കൊണ്ടടക്കല. ഒരട്ടി അറുത്ത് പോയതാണ്. ഫസ്റ്റ് വൈകുന്നേരമുണ്ടായതൊക്കെ അറുത്ത് പോയി. പിന്നെ അങ്ങനെ അതേമാതിരി മുന്തിരി പൈത്തതൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് പൈക്കുന്നുണ്ട്, പൈക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ മുന്തിരി വള്ളി ഉണ്ടല്ലേ. ഇനി 2ാമത് വെട്ടാനായി തുടങ്ങിക്കണേ. ബ്രൂണിങ്ങിൻ്റെ ടൈം ആയിക്കണം. ബ്രൂണിങ് ചെയ്ത് നിർത്തണം, എന്നാലേ 2ാമത് കഴിക്കൊള്ളാം. വേണ്ട നല്ല എത്ര വലിപ്പമുള്ള മുന്തിരി കിടക്കണ. ടെറസിൻ്റെ മുകളിലാണ്. വെട്ടാനായി തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് അറുത്ത് കഴിഞ്ഞു, ഫുള്ള് അറുത്ത് കഴിഞ്ഞത്. അവിടെയൊക്കെ ഉണ്ടായത് ഒരട്ടി നല്ലോണം ഉണ്ട് പൊയ്ത്തിട്ടി. പിന്നെ പൊഴിക്കൽ അവിടെ നിന്നേക്കണം. ഇപ്പം ഇന്നലെ ഇത്തള് കലക്കി കൊടുക്കണം. നല്ല ഇത്തള് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ വേഗം പൊഴിക്കും. ഒരു എയർ ലെയറിങ് ചെയ്തിട്ട് വേര് പിടിപ്പിച്ച എയർ ലെയറിങ്ങിലൂടെ വേര് പിടിപ്പിച്ച് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഇവിടെയും വെച്ചു. എന്താ നോക്കാച്ചിട്ട്. ഇപ്പോൾ നമ്മളെ ചീര കൃഷികളാണ് കേട്ടോ. ചീരണ്ട ഇഷ്ടം പോലെ ചീര ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ പുതിയ തെയ്യ് ഇപ്പം ഉണ്ടാക്കിയതാണ്, പുതുതായിട്ട് ഇപ്പോൾ പാകിയതാണ്. ഇനിയിപ്പോൾ അണ്ണൂടൊക്കെ പറിച്ച് വെക്കും. പറിച്ച് വെച്ചിട്ട് ഇങ്ങനെ വേണ്ടപ്പോൾ അങ്ങനെ അരിഞ്ഞു കൊണ്ടുപോവാം. ഇതിപ്പോൾ 1 അരിച്ചിലും 2 അരിച്ചിലൊക്കെ കഴിഞ്ഞതാണ്. അപ്പം നനക്കാൻ കയറിയതാണ്. അപ്പോഴാണ് ആ വേഗം ഫ്രൂട്ട് പൂത്തിക്കണുണ്ട്. അപ്പോൾ പിന്നെ അത് ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു തോന്നൽ. അല്ലാണ്ട് മുളകൊന്നും ഇപ്പോൾ നോക്കലില്ല ചേട്ടാ. മുളക് ഇപ്പോൾ നമ്മൾ മുളകുമ്മക്ക് തിരാറില്ല. മുളക് ഓവർ എരും നമുക്ക് എരിവിട്ട് വല്ലാതെ പറ്റൂല. അപ്പോൾ അതൊന്ന് കണക്കല്ലാത്ത തരും. 1-2 മുളക് ഇട്ടാൽ തന്നെ നമുക്ക് എരിഞ്ഞിട്ടേ. ചീനമുളക് അത്ര എരിവില്ല, അതിലേറെ എരിവ്. അപ്പോൾ തൽക്കാലം മുളകുമെന്ന് ലേശം ഒന്ന് വിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് മുന്നായിട്ട് സ്വയമായിട്ട് നിങ്ങളിത് ഉണ്ടാക്കാൻ നോക്കണം. കൃഷി നമ്മളെ വീട്ടിൻ്റെ മുകളിലും ഉള്ള ഒരു കുറഞ്ഞ ഗ്യാപ്പെങ്കിലും നമ്മളെ അടിയിലിങ്ങനെ നിലത്തൊക്കെ ഉണ്ടാക്കാനുള്ള അവിടെ അതിനുള്ള സ്പോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല പച്ചക്കറികളും ഇതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ടിയിലേറെ കുറേയൊക്കെ നല്ല ഉഷാറാവും. ഇതിപ്പോൾ ആ പൂത്ത് നിൽക്കുന്നത് കാണാനാണ് ഇതിൻ്റെ ഏറ്റവും. ഇതിപ്പോൾ നമ്മൾ നടാൻ വേണ്ടിയിട്ട് പുതിയ പച്ചക്കറി ഇറക്കാൻ വേണ്ടി മണ്ണ് ഉണക്കി റെഡിയാക്കി ഇപ്പോൾ
രണ്ടാമതും ഇതിലേക്കാണ് കയറ്റിയത്. ഇനി ഇതിൽ കുറച്ച് കുമ്മായൊക്കെ ഇട്ട് ഒന്നും കൂടി മണ്ണിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം. അപ്പം ഇനിയിട്ട് എന്ത് ചെയ്യണം, അതേമാതിരി നട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഓവറാണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ലൈക്കൊക്കെ അടിച്ച് നമുക്ക് പ്രോത്സാഹനം നൽകുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. മുഹമ്മദ് സ്വാഗതമാണ്.